ഹലോ, ഇന്ന് അട്ടർ ഫെയിലിയറായ ഒരു കാര്യം ഷെയർ ചെയ്യാം. എനിക്ക് കൈമ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ കൈമ ഈ ഫുൾ സ്ലീവ് ഇടാതിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് വെയിൽ കൊള്ളുവാണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് വേണ്ട, കുറച്ചൊന്ന് വെയിൽ കൊണ്ട് കഴിയുമ്പോഴേക്കും ഈ ഭയങ്കര ചൊറിച്ചിലും പിന്നെ വൈറ്റ് പാച്ചസും വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു സിങ്ക് ഓക്സൈഡ് വെച്ചിട്ട് ഒരു കോൾഡ് പ്രോസസ്ഡ്, അതായത് നമ്മൾ സാധാരണ ചൂടാക്കിയിട്ട് എമൽസിഫയർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അതില്ലാതെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. EMT10 കോൾഡ് പ്രോസസ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാം എടുത്തു. EMT10 കുറച്ച് അധികം എടുത്തു, തിക്ക് ക്രീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതിലേക്ക് ഓയിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് സിങ്ക് ഓക്സൈഡ് ഞാനെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കല്ല, ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് നല്ല കട്ടി കാരണം ഈ കോൾഡ് പ്രോസസ്സിംഗ് എമൽസിഫയർ EMT10 ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രീം നല്ല തിക്കായിട്ട് വരാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ വെള്ളം പോലെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു pH വേരിയേഷൻ വന്നതായിരിക്കാം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, കുഴപ്പമുണ്ടാവില്ല, pH കൂട്ടി കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ഈ പാല് നമ്മൾ ഇതുണ്ടാക്കില്ലേ, പാല് പിരിച്ചിട്ട് നമ്മൾ പനീർ ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ സാധനം ഇങ്ങോട്ട് പിരിഞ്ഞിങ്ങോട്ട് വന്നു കണ്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ കട്ടയായിട്ട് വന്നു. ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കാനായിട്ട് നോക്കി, കാരണം ഇനി എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വലിയൊരു പണി എനിക്ക് കിട്ടി. എനിക്ക് മനസ്സിലായത് സിങ്ക് ഓക്സൈഡ് കോൾഡ് പ്രോസസ് എമൽസിഫയർ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ, അതായത് ചൂടാക്കാതെ കോൾഡ് പ്രോസസ്ഡ് വേയിൽ നമുക്ക് സിങ്ക് ഓക്സൈഡ് വെച്ചിട്ട് ഒരു ക്രീം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന എമൽസിഫയർ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരിക. എൻ്റെ കയ്യിൽ 2 ഉണ്ട്, സെപ്പിമാക്സ് സണ്ണും പിന്നെ ഈ EMT10. EMT10 എന്തായാലും പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു.